ഇനി നമ്മൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 3 മണിയോടെയാണ് റെയ്ഡ് ആരംഭിച്ചത്. അവനൊന്ന് കൊണ്ടോട്ടെ, ഓനെ ഒന്ന് ചർച്ച ചെയ്യാനാന്നാ പറഞ്ഞത്. അപ്പോൾ എന്ത് ചർച്ച ചെയ്യാനാ പറഞ്ഞത്? അത് അവനറിയാന്നാ പറഞ്ഞത്. ഓനൊരു കുറ്റം ചെയ്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓനെ ഒന്ന് കൊണ്ടോട്ടെ എന്നാ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയത്. അവൻ പറഞ്ഞു ഓനെ കൊണ്ടുപോകല്, അവൻ ചെറിയ 4 കുട്ടികളാണ് ഓനെ കൊണ്ടുപോകല് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പിന്നെ ഓനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, ഞങ്ങൾ അവനോട് ഒന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓൻ താഴത്ത് വീട്ടിലേന്, ഇവിടെ ഇത് പിന്നെ ഞങ്ങളെ തറവാടാണ്. ഒരു 8 ആളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, വണ്ടിയിലുണ്ട്. ഓനെ വണ്ടി കയറ്റി വന്നതിൻ്റെ ശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അതിന് മുമ്പ് ഒരു പറഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് നമുക്കൊപ്പം ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, എത്ര പ്രവർത്തകരെയാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? ഇതാരൊക്കെയാണ്? എവിടെയൊക്കെയായിരുന്നു പരിശോധന? മഞ്ചേരിയിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ഈ NIA വന്ന് പരിശോധന നടത്തുകയും 4 പേരെയാണ് മഞ്ചേരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒന്ന് ഇർഷാദ്, സയ്യിദലവി, ഖാലിദ്, ഷിഹാബുദ്ദീൻ. ഈ ഷിഹാബുദ്ദീൻ SDPIയുടെ അവിടുത്തെ ബ്രാഞ്ച് പ്രസിഡന്റാണ് എന്നും അറിയുന്നുണ്ട്. ഇവർ 4 പേരും SDPI പ്രവർത്തകരാണ്. മറ്റൊരാൾ, ഒരു ഷംനാദ് എന്ന ഒരാളുടെ വീട്ടിലും പോയി പരിശോധന നടത്തി. പക്ഷേ ഷംനാദ് ഈ വീട്ടിലുണ്ടായിരുന്നില്ല. ഈ ഷംനാദിനെ കൂടി കസ്റ്റഡി എടുക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് NIA വന്നത് എന്ന് തന്നെയാണ് അറിയുന്നത്. നമുക്ക് അറിഞ്ഞ വിവരങ്ങൾ, പാലക്കാട് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് ഇവർ എന്നുള്ള സൂചന NIAക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. കൊച്ചി യൂണിറ്റ് ആണ് ഇന്ന് പുലർച്ചെ 2 മണിക്ക് മഞ്ചേരിയിലെത്തി 5 വീടുകളിൽ പരിശോധന നടത്തി. അതിൽ നിന്നും 4 പേരെ കസ്റ്റഡി എടുക്കുകയും ഒരാളെ വീട്ടിലില്ലാത്തതുകൊണ്ട് അയാൾ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റെവിടെയാണ് അയാളെ കണ്ടെത്തുന്നുള്ള ശ്രമവും NIA ആരംഭിച്ചിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കസ്റ്റഡിയാണ് എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ശ്രീനിവാസൻ വധക്കേസിൽ 27ഓളം പ്രതികളുണ്ട്. 27 പ്രതികളോ 10 പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചു. നേരത്തെ 17 പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. നേരത്തെ NIA കോടതി ഈ ജാമ്യം ഒന്നും അനുവദിച്ചിരുന്നില്ല. പിന്നീട് ഹൈക്കോടതിയാണ് ഈ 27 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത്. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വ്യക്തമാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ്. ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട റെയ്ഡിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു NIA.